എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും റെഡി ആയിക്കോളൂ കേട്ടോ. നമ്മൾ ഈ അനുഭവത്തിലൂടെ ഗുരുവായൂരിലൂടെ ഒന്ന് യാത്ര ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ അങ്ങനെ സങ്കല്പിച്ച് ഗുരുവായൂരിലൂടെ നിങ്ങൾ ഈ കൂട്ടത്തിൽ, ഈ അമ്മയുടെ കൂട്ടത്തിൽ നിങ്ങളുണ്ടെന്ന് സങ്കല്പിക്കുക. പറ്റുമെങ്കിൽ കണ്ണടച്ചിരുന്ന് ഹെഡ്ഫോണൊക്കെ വെച്ച് കേൾക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും. അപ്പം നമ്മൾ തിരക്കിൽ ഗുരുവായൂരെത്താണ്. ഗുരുവായൂരിൻ്റെ ശബ്ദം, ഗുരുവായൂരിൻ്റെ സുഗന്ധം, എല്ലാവരും തിരക്കിട്ട് ഭഗവാനെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. അപ്പം ഹരേ കൃഷ്ണ. കൂട്ടുകാരെ, ഞാനും എൻ്റെ ഒരു അനുഭവം പറയട്ടെ. കുറച്ച് വിഷമമുള്ളതാണ്. എനിക്ക് കേട്ടിട്ട് നിങ്ങൾ പറയൂ. ഞങ്ങൾ എല്ലാ വർഷവും വെക്കേഷന് ഗുരുവായൂർ പോവാറുണ്ട് കേട്ടോ. കുടുംബസമേതം എല്ലാ പ്രാവശ്യവും ഭഗവാൻ നന്നായിട്ട് തൊഴാനും പ്രസാദം കഴിക്കാനും ഒക്കെയുള്ള ഭാഗ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അന്നൊക്കെ ഭഗവാനെ നന്നായിട്ട് അടുത്തുനിന്ന് കാണാനും പറ്റിയിരുന്നു. ഇനി ഞാൻ അനുഭവത്തിലേക്ക് വരാം. ഞങ്ങൾ കുറച്ച് മുമ്പ് ഏകാദശി വിളക്കിന്റെ സമയത്ത് ഗുരുവായൂരിൽ പോയിരുന്നു. ഞങ്ങൾക്കറിയില്ലായിരുന്നു അന്ന് ഏകാദശിയാണെന്ന്. അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് ഭയങ്കര ക്യൂ. വൈകിട്ട് നിന്നിട്ട് രാത്രി അത്താഴ ശീവേലിക്ക് തൊട്ടു മുമ്പാണ് ദർശനം കിട്ടിയത്. അതാണെങ്കിലോ ഭഗവാനെ ഒന്ന് നേരിട്ട് കാണാൻ പോലും പറ്റിയില്ല. അപ്പോഴേക്കും കുറേ പേര് വന്ന് എന്നെ തള്ളി മാറ്റി. കുറേ വിളക്കുകളല്ലാതെ ഭഗവാൻ എനിക്കൊന്നും കാണാനേ പറ്റിയില്ല. എനിക്ക് ആകെ വിഷമമായി. അപ്പൊ തൊട്ട് അഡ്മിൻ ഞാനായിരിക്കും പറയുന്ന വാക്ക് തെളിഞ്ഞു, മനസ്സിൽ തെളിഞ്ഞു. തെളിഞ്ഞ മനസ്സോടെ ഭഗവാനെ പ്രാർത്ഥിക്കുക. ആ വാക്കുകൾ എൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞു. ഞാൻ വിചാരിച്ചു എൻ്റെ ഭാഗത്ത് എന്തോ തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന്. അങ്ങനെ പുറത്തേക്ക് വന്നു. വിഷമിച്ച് നിൽക്കുമ്പോൾ അത്താഴ ശിവേലി വന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഗുരുവായൂരിൽ അത് കാണുന്നത്. ഭഗവാൻ ഏകാദശി വിളക്ക് സമയത്ത് ഭഗവാൻ ദ്വാരകാധീശനായിട്ടാണ് വരിക എന്നും കേട്ടിട്ടുണ്ട്. അത്രയും നെയ്വിളക്കിൻ്റെ ശോഭയിൽ മൂന്നാനകളുടെ അകമ്പടിയോടെ ഭഗവാൻ വന്നു. ഹരേ രാമ ഭജന സംഘത്തിൻ്റെ കൂടെ ഞാനും പാടാൻ ചേർന്നു. കുറേ സമയം എൻ്റെ മുന്നിൽ തന്നെ വന്നു നിന്നു. ഞാൻ ഭഗവാനെ കുമ്പിട്ട് നമസ്കരിച്ചു. നടുവിന് പെയിനുണ്ട് എനിക്ക്, എന്നിട്ടും ഞാൻ ഭഗവാനെ നമസ്കരിച്ചു. വേദന ഒന്നും തോന്നിയില്ല എന്ന്. ഞാൻ ആദ്യമായിട്ട് ഭഗവാൻ തുളസിമാലയും അവിൽക്കിഴിയും മഞ്ഞപ്പെട്ടും താമരമുട്ടും ഒക്കെ വാങ്ങി ഭഗവാനെ ശ്രീകോവിലിൻ്റെ മുമ്പിൽ ആ വലിയ ഉരുളിയുണ്ടല്ലോ അവിടെ വെച്ചു. ആദ്യമായിട്ടാണ് ഞാൻ ഭഗവാൻ ഇതൊക്കെ കൊടുക്കുന്നത്. എപ്പോൾ പോയാലും കുറച്ച് പൈസ ഭണ്ഡാരത്തിൽ സമർപ്പിക്കുമെന്നല്ലാതെ വേറെ ഒന്നും ചെയ്തിരുന്നില്ല. ഭഗവാനെ ഞാൻ കൊണ്ടുവന്ന പ്രസാദം ഇഷ്ടപ്പെട്ടില്ല എന്നുകൊണ്ടാണോ എനിക്ക് ദർശനം തരാത്തത് എന്നോർത്ത് ഞാൻ വിഷമിച്ചു. പിറ്റേന്നും രാവിലെ ഇതുപോലെ കുളിച്ച് ക്യൂവിൽ വന്നു. നീണ്ട 7-8 മണിക്കൂർ തലേന്ന് രാത്രിയെപ്പോലെ തന്നെ എനിക്ക് വിഷമമായി. കാരണം മകൾക്ക് തലേന്ന് തലയൊക്കെ കറങ്ങി ക്ഷീണം വന്നു. അതുകൊണ്ട് ഇന്ന് രാവിലെ വരുമ്പോൾ മക്കളെ രണ്ടുപേരെയും കൂട്ടിയില്ല. അവർക്ക് ക്ഷീണമാകുമെന്ന് വിചാരിച്ചു. എന്നിട്ടും ഞങ്ങൾ വീണ്ടും ശ്രീകോവിലിന്റെ മുമ്പിലെത്തി. ബാലഗോപാലനായിട്ടാണ് രാവിലെ അലങ്കരിച്ചിരിക്കുന്നതെന്ന് സെക്യൂരിറ്റി ചേച്ചി പറഞ്ഞു. പക്ഷെ എനിക്കൊന്നും കാണാൻ പറ്റിയില്ല കേട്ടോ. കുറേ വിളക്ക് കത്തുന്നത് മാത്രം കാണുന്നു. എന്താണെന്നറിയില്ല. ഞാൻ യാന്ത്രികമായിട്ട് പുറത്തേക്ക് വന്നു. അതിനിടയിൽ എനിക്ക് മേൽശാന്തി ഇരിക്കുന്നിടത്ത് നിന്ന് കദളിപ്പഴവും താമരമൊട്ടും ചന്ദനവും തുളസിയും ചെത്തിപ്പൂവും ഒക്കെ തന്നു. ഇതൊക്കെ എനിക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. പക്ഷേ ഭഗവാനെ കാണാൻ പറ്റാത്ത വിഷമത്തിൽ എനിക്ക് ഈ സന്തോഷങ്ങളൊന്നും ആസ്വദിക്കാൻ പറ്റിയില്ല. വീണ്ടും പുറത്തു കടന്നു. എൻ്റെ കൂടെയുള്ള ഹസ്ബൻഡിനെയും കാണുന്നില്ല. അപ്പോൾ പുറത്ത് ചന്ദനം കൊടുക്കുന്ന ഇടത്ത് നിന്ന് ഒരു വലിയ കണ്ണാടി ഉണ്ടല്ലോ. ചന്ദനം വാങ്ങി ഞാൻ കണ്ണാടിയിൽ നോക്കി തൊട്ടു. അവിടെ ഗുരുവായൂരപ്പൻ്റെ ഒരു വലിയ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു കരഞ്ഞു പറഞ്ഞു, ഭഗവാനെ എന്തായത്? എനിക്ക് എന്തുകൊണ്ടാണ് അങ്ങയെ കാണാൻ പറ്റാത്തതെന്ന്. അപ്പോൾ ഒരു ചേച്ചി പെട്ടെന്ന് വന്നു. നല്ല ഐശ്വര്യമുള്ള മുഖമുള്ള ചേച്ചി. കണ്ണുകൂടി ചിരിക്കുന്നത് പോലെ തോന്നി. അവരുടെ കയ്യിൽ കുറച്ച് നെയ്പ്രസാദം ഉണ്ടായിരുന്നു. എൻ്റെ നേർക്ക് നീട്ടിയിട്ട് പറഞ്ഞു, കഴിക്കൂ കഴിക്കൂ എന്ന്. എനിക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റിയില്ല. അവരുടെ കണ്ണിൽ തന്നെ നോക്കി. ഞാൻ ആ പ്രസാദം വാങ്ങിക്കഴിച്ചു. അവർ ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നു. ഞാനത് കഴിച്ചു തീരുമ്പോഴേക്കും പിന്നെ അവരെ കാണാനില്ല. ഒരു വയലറ്റ് സാരിയൊക്കെ എടുത്ത ചേച്ചിയാണ്. ഞാൻ അവിടെയൊക്കെ തിരക്കി, എങ്ങും കാണാനില്ല. ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു. ഞാൻ വീണ്ടും വീണ്ടും ആ ചേച്ചിയെ അവിടെയൊക്കെ തിരഞ്ഞു, പക്ഷെ കാണാനേയില്ല. ഉച്ചയായപ്പോൾ പാൽപ്പായസമൊക്കെ വാങ്ങി ഞങ്ങൾ ഉച്ചയ്ക്ക് അവിടുന്ന് മടങ്ങി. തിരിച്ചു വരുമ്പോൾ ഞാൻ ഭഗവാനെ കിഴക്കേ നടയിൽ നിന്ന് ഒന്ന് നോക്കി. ഭഗവാനെ, ഞാൻ വിഷമിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ ബാക്കിലുള്ളൊരു ചേച്ചി പറയുന്നു, ഇന്നത്തെ ഉച്ചപൂജാലങ്കാരം വെണ്ണക്കണ്ണനാണെന്ന്. ഞാൻ ആ ചേച്ചിയെ തിരിഞ്ഞു നോക്കിയില്ല. കാരണം എൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി എപ്പോഴാണ് ഭഗവാനെ ഇവിടെ വരാൻ സാധിക്കുക എന്നോർത്ത് ട്രെയിനിൽ നിന്ന് ആലോചിച്ചു കൊണ്ടിരുന്നു. വീട്ടിലെത്തി 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ത്രിമധുരത്തിലൊരു ഭക്തൻ പറയുന്നത് കേട്ടു, അകത്ത് കണ്ടിട്ടില്ലെങ്കിൽ എന്താ, നിനക്ക് കാണാൻ വേണ്ടി ഞാൻ പുറത്തു വന്നില്ലേ എന്ന്. ശിവേലി സമയത്ത് അത് ഭഗവാൻ എന്നോട് പറഞ്ഞതുപോലെ എനിക്കും തോന്നി. കാരണം ആ ഭക്തനും അകത്ത് കയറിയിട്ട് ഭഗവാനെ കാണാൻ പറ്റിയില്ല. ശിവേലിയുടെ രൂപത്തിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്തത്. ആ വിഷമമാണ് അയാൾ അന്ന് അനുഭവത്തിൽ കൂടി പറഞ്ഞത്. വീണ്ടും ഒരു ഭക്ത കൂടി പറയുന്നത് കേട്ടു, നമുക്കല്ലേ ഭഗവാനെ കാണാൻ പറ്റാത്തതുള്ളൂ,
ഭഗവാൻ നമ്മളെയൊക്കെ കാണാമല്ലോ. ഇതൊക്കെ ഭഗവാൻ എന്നെ ആശ്വസിപ്പിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. നീ വിഷമിക്കണ്ട, നിന്റെ മനസ്സ് ഞാൻ കാണുന്നുണ്ട് എന്നത് പറയുന്നത് പോലെ എനിക്ക് തോന്നി. വീട്ടിൽ വന്ന് കണ്ണന് മാല ചാർത്തുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇനി എപ്പോഴാണ് അവിടുത്തെ തിരുസന്നിധിയിൽ എത്തുക എന്നറിയില്ല. ഭഗവാൻ അനുഗ്രഹിച്ച് വേഗം വരണമെന്നാണ് ആഗ്രഹം. ഹരേ ഗുരുവായൂരപ്പ. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാവുന്നത്? ഇത് മുഴുവൻ കേൾക്കുന്നവർക്ക് മാത്രമുള്ളതാണ് അവസാനത്തെ ഈ കാര്യങ്ങൾ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൃത്യമായിട്ട് പറയാറില്ലേ, ഗുരുവായൂരിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഭഗവാനെ കാണും. കാണാൻ പറ്റിയില്ലെങ്കിലും ഭഗവാൻ നമ്മളെ കാണും. അങ്ങനെയാണ് നമുക്ക് ഓരോരോ അനുഭവങ്ങൾ ഉണ്ടാകുന്നതില്ലേ. ശിവേലിക്ക് ഭഗവാന്റെ തിടമ്പ് പുറത്തേക്ക് എഴുന്നള്ളുമ്പോൾ നമ്മൾ അതിൻ്റെ മുന്നിലൊന്ന് നിൽക്കാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഭാഗ്യം തന്നെയാണ്. ഗുരുവായൂരിലെ ആ പുണ്യഭൂമിയിൽ എത്തിയാൽ തന്നെ അതൊരു എന്താണ്, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഭാഗ്യവും സന്തോഷവും സമാധാനമൊക്കെ ആണല്ലേ. നമുക്ക് ആരൊക്കെയോ ഉണ്ട്, നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി ആരോ ഉണ്ട് എന്നുള്ള ഒരു തോന്നൽ നമുക്ക് മനസ്സിലെപ്പോഴും ഉണ്ടാവും. അതൊരു സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പം ഇതിനെക്കുറിച്ച് വേറെ ഒന്നും പറയാനില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളോട് പറയുന്നതാണ്, തെളിഞ്ഞ മനസ്സോടെ ഭഗവാനെ പ്രാർത്ഥിക്കാമെന്ന്. അപ്പം അങ്ങനെ തന്നെ ചെയ്തോളൂ. പിന്നെ ഗ്രൂപ്പിൽ വരാൻ ഈ നമ്പർ വഴി ജോയിൻ ബട്ടണിലൂടെയൊക്കെ വന്നു കഴിഞ്ഞാൽ വാട്സപ്പിൽ ഗ്രൂപ്പിൽ ചേരാം. യൂട്യൂബിലൂടെ വന്നാൽ മതിയേ. പിന്നെ വേറെ വിശേഷങ്ങളൊന്നും ഇല്ലല്ലോ. എല്ലാവർക്കും നല്ലൊരു ദിവസം പ്രാർത്ഥിക്കുന്നു.